പക്ഷേ ഞാൻ ജീവിക്കുന്ന സാഹചര്യം കണ്ടപ്പോൾ അവൻ കരഞ്ഞാണ് ശരിക്കും പോയത്. എന്ന് വെച്ചാൽ 1 തൊട്ട് 10 വരെയും പഠിച്ച എൻ്റെ കൂട്ടുകാരുണ്ടായിരുന്നു എനിക്ക്. അവരെല്ലാം വിളിക്കാൻ പറയുകയും ചെയ്തെന്ന് വരെ അവരോട് ഞാൻ എൻ്റെ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ എൻ്റെ കൂട്ടുകാരെ ഞാൻ അറിയിച്ചിട്ടില്ലായിരുന്നു. ആൺകുട്ടികളും ഉണ്ടായിരുന്നു, പെൺകുട്ടികളും ഉണ്ടായിരുന്നു. പക്ഷെ ഞാനൊഴിച്ച് എല്ലാവർക്കും ജോലിയായി. അപ്പം ഞാൻ അവരുടെ മുന്നിൽ വിദ്യാഭ്യാസം ഉണ്ടായിട്ടും എനിക്ക് ജോലിയൊന്നും കിട്ടാതെ വന്നപ്പോൾ ഞാൻ എൻ്റെ ബുദ്ധിമുട്ടുകളൊന്നും പറയാതെയായി. പക്ഷെ അവൻ എൻ്റെ ബുദ്ധിമുട്ടുകൾ കണ്ടറിഞ്ഞ് അത് കർത്താവ് അവനിലൂടെ, മാതാവാണ് ശരിക്കും അവനിലൂടെ എന്നിലെത്തിയത്. മാതാവ് തന്നെയാണ് അത്. ഈ പ്രപഞ്ചത്തോടാണ് എനിക്ക് പറയേണ്ടത്. എന്നുവെച്ചാൽ അതെന്താണെന്ന് എനിക്കറിയില്ല ശരിക്കും. ഞാൻ പ്രാർത്ഥിച്ചു, എൻ്റെ പ്രാർത്ഥനകളൊന്നും മുടക്കിയില്ല. എന്താണെന്ന് വെച്ചാൽ ഇവിടെ വന്നപ്പോൾ എനിക്ക് മനസ്സിനൊരു സമാധാനം ഉണ്ടായിരുന്നു. പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ചേട്ടൻ എന്നെ കളിയാക്കുമായിരുന്നു. കളിയാക്കിയെങ്കിലും 2-3 ദിവസം കളിയാക്കിയെങ്കിലും പക്ഷെ എൻ്റെ ചേട്ടനും അതിനോടുകൂടി ചേർന്ന് ഞാൻ പണിയും കഴിഞ്ഞു വന്ന് എനിക്ക് എൻ്റെ കൂട്ടുകാരൻ പണി ശരിയാക്കി, ക്ലീനിങ് ആണ്, വീട്ടുപണിയായിരുന്നു. പക്ഷേ എൻ്റെ കടബാധ്യത അറിഞ്ഞ് അവൻ എൻ്റെ കൂട്ടുകാർ വഴി എനിക്കൊരു വീട്ടുപണി ശരിയാക്കി തന്നു. പക്ഷെ ഞാൻ ചെന്ന വീടുകളെല്ലാം ഈശോയുടെ ഭവനങ്ങളായിരുന്നു. അതാണ് എൻ്റെ ഏറ്റവും വലിയ, ഞാൻ ചെല്ലണ ഭവനങ്ങളെല്ലാം ഈശോയുടെ ഭവനങ്ങളായിരുന്നു.